കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ബിറ്റ്കോയിൻ. പത്രങ്ങളിലും ചാനലുകളിലുമെല്ലാം ഇതിനെക്കുറിച്ച് വാർത്തകൾ വരാറുണ്ട്. ചിലർക്ക് ബിറ്റ്കോയിൻ വലിയൊരു നിക്ഷേപമാണെങ്കിൽ മറ്റു ചിലർക്ക് ഇതൊരു തട്ടിപ്പാണോ എന്ന സംശയവുമുണ്ട്. എന്താണ് ഈ ബിറ്റ്കോയിൻ? നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രൂപയോ ഡോളറോ പോലെയുള്ള ഒരു കറൻസിയല്ല ബിറ്റ്കോയിൻ. ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ്. അതായത് കമ്പ്യൂട്ടറുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പണമാണിത്. നമുക്ക് നേരിട്ട് കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല. ഒരു രാജ്യത്തിൻ്റെയോ ബാങ്കിൻ്റെയോ നിയന്ത്രണത്തിലല്ല ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബിറ്റ്കോയിൻ ഇടപാടുകൾ നടക്കുന്നത് ഒരു പ്രത്യേകതരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഇതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നുണ്ട്. ബ്ലോക്ക് ചെയിൻ എന്നത് ഒരു വലിയ ഡിജിറ്റൽ ലെഡ്ജർ പോലെയാണ്. ഇതിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുകയും ഇത് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആർക്കും ബിറ്റ്കോയിൻ ഇടപാടുകൾ മാറ്റി എഴുതാനോ തട്ടിപ്പ് നടത്താനോ കഴിയില്ല എന്നതാണ് ബ്ലോക്ക് ചെയിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ സവിശേഷത. ബിറ്റ്കോയിൻ പ്രധാനമായും നിക്ഷേപത്തിനാണ് ഉപയോഗിക്കുന്നത്. സ്വർണം പോലെ ഒരു നിക്ഷേപമായി ഇതിനെ കാണുന്നവരുമുണ്ട്. ചില രാജ്യങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനും സേവനങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇതിന്റെ ഉപയോഗം നിക്ഷേപത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ബിറ്റ്കോയിന്റെ വില എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആവശ്യകതയും ലഭ്യതയും അനുസരിച്ചാണ് ഇതിന്റെ വിലയിൽ മാറ്റങ്ങൾ വരുന്നത്. ഒരുപാട് ആളുകൾ വാങ്ങാൻ തയ്യാറാകുമ്പോൾ വില കൂടും, വിൽക്കാൻ തയ്യാറാകുമ്പോൾ വില കുറയും. അതുകൊണ്ട് ബിറ്റ്കോയിൻ നിക്ഷേപം വളരെ അപകട സാധ്യതയുള്ളതുമാണ്. ഇന്ന് 1 രൂപയ്ക്ക് വാങ്ങിയ ബിറ്റ്കോയിൻ നാളെ 10 രൂപയാകാം, അല്ലെങ്കിൽ 50 പൈസയാവാം. ഇത് ഉയർന്ന റിസ്ക്, ഉയർന്ന റിട്ടേൺ സാധ്യതയുള്ള ഒന്നാണ്. ബിറ്റ്കോയിന്റെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വളരെ സുരക്ഷിതമാണ്. പക്ഷേ ബിറ്റ്കോയിൻ കൈകാര്യം ചെയ്യുന്ന എക്സ്ചേഞ്ചുകൾക്കും വാലറ്റുകൾക്കും ഹാക്കിംഗ് സാധ്യതകളുണ്ട്. അതുകൊണ്ട് വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക. കൂടാതെ ബിറ്റ്കോയിൻ വാങ്ങി ഇരട്ടി പണം വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകൾ ധാരാളം നടന്നിട്ടുണ്ട്. അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്നവരെ സൂക്ഷിക്കുക. നിങ്ങളുടെ KYC വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി അംഗീകൃത എക്സ്ചേഞ്ചുകൾ വഴി മാത്രം ഇടപാടുകൾ നടത്തുക. ബിറ്റ്കോയിൻ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന കോയിൻ DCX, വാക്സിസ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഇന്ന് ലഭ്യമാണ്. ഇന്ത്യയിൽ ബിറ്റ്കോയിൻ പൂർണ്ണമായി നിയമപരമല്ലെങ്കിലും അതിന്റെ കൈവശം വയ്ക്കുന്നതിനോ വ്യാപാരം നടത്തുന്നതിനോ ഇപ്പോൾ തടസ്സമില്ല. എന്നാൽ ബിറ്റ്കോയിൻ വരുമാനത്തിന് 30% നികുതിയും 1% TDSഉം നൽകണം. ഇത് സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ക്രിപ്റ്റോ കറൻസികൾക്ക് നിയമസാധ്യത നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെയുള്ള ഒരു ബിറ്റ്കോയിന്റെ ഏകദേശ ഇന്ത്യൻ രൂപയിലെ മൂല്യം 92 ലക്ഷത്തിനും 96 ലക്ഷത്തിനും ഇടയിലാണ്. ഈ വില എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ ബിറ്റ്കോയിൻ എന്നത് ഭാവിയിലെ ഒരു സാമ്പത്തിക വിപ്ലവം തന്നെയാകാം, അല്ലെങ്കിൽ ഒരു വലിയ അപകട സാധ്യതയുള്ള നിക്ഷേപവുമാകാം. അതുകൊണ്ട് നല്ല പോലെ പഠിച്ച് റിസ്കുകൾ മനസ്സിലാക്കി മാത്രം ഇതിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ തയ്യാറുള്ള പണം മാത്രം നിക്ഷേപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.